ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്നലെ രാത്രിയിലെ ഇവിടെ അടുത്തുള്ളൊരു മാർക്കറ്റിലോട്ട് പോയി കേട്ടോ. ഇവിടെ ഇടയ്ക്കൊക്കെ പോകുന്ന പതിവാണ്. പക്ഷേ ഇപ്പോൾ പോയിട്ട് കുറേ ദിവസമായി. ഏട്ടനാണെങ്കിൽ സമയമില്ലാന്നൊന്നും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അങ്ങനെ ഇന്നലെ ഏട്ടൻ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങളിന്ന് കറങ്ങാൻ പോയതാണ്. ഇവിടെ സ്ട്രീറ്റ് ഫുഡുകൾ ഒരുപാടുണ്ട് കേട്ടോ. നല്ല വെറൈറ്റി ഇതൊക്കെ ഞങ്ങൾക്ക് കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഇതുപോലെ ഐസ്ക്രീം, ഫലൂദ, പിന്നെ പാനിപൂരി, ഇത് കഴിക്കാനാട്ടോ ഇങ്ങോട്ട് വന്നത്. ഓരോ പാനിപൂരി കടകളിലും ഇതുപോലെ വെറൈറ്റി ടേസ്റ്റുകളായിരിക്കും കേട്ടോ. ഇപ്പം ഈ പാനിപൂരി കടയിൽ നിന്ന് ഞങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലേ. ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ലക്കി ഇപ്പോൾ പാനിപൂരിൻ്റെ ആളാണേ. ആദ്യമൊന്നും അവനൊരു പാനിപൂരി കഴിക്കാൻ എന്ത് പ്രയാസമായിരുന്നെന്നോ. ഇതുപോലെ മസാലയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് മസാലയൊക്കെ എടുത്ത് കളയുമായിരുന്നേ. ആ പൂരി മാത്രം കഴിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല കേട്ടോ, ആൾക്ക് ഒരുപാട് മാറ്റമുണ്ട്. ഇപ്പം ഇതുപോലെ പാനിപൂരിയൊക്കെ നിന്ന് കഴിക്കും കടകളിൽ പോയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതുപോലുള്ള കടകളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരെണ്ണം കഴിച്ചിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. ഇത്രയും പേർക്ക് കൊടുത്തിട്ടായിരിക്കും പിന്നെ അടുത്ത് നമ്മുടെ അടുത്തോട്ട് വരുന്നത്. പക്ഷേ ഇതൊരു രസമാണ് ഇവിടെ നിന്ന് കഴിക്കാൻ. നമ്മുടെ വീട്ടിൽ വാങ്ങിച്ച് തിന്നു കഴിഞ്ഞാൽ ഈ ഒരു രസം വരത്തില്ല കേട്ടോ. ലക്കിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വന്ന് ഇവിടെ നിന്ന് കഴിക്കാൻ. അങ്ങനെ നിന്ന് തിന്നുക ലക്കി. ഇതാദ്യത്തെ സംഭവം കേട്ടോ, ഇങ്ങനെ വന്ന് നിന്ന് കഴിക്കുന്നത്. ലക്കി വേഗം കഴിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഈ ഭാഗത്തോട്ട് ആദ്യമായിട്ടാണ് കേട്ടോ വന്നത്. ഞങ്ങൾ എല്ലാ പ്രാവശ്യവും പോകുന്നത് വേറൊരു സ്ഥലമുണ്ട്, സ്ഥിരം അവിടെ നിന്ന് തന്നെ കേട്ടോ കഴിക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഇതുവഴി പോയപ്പോഴേ നിറയെ ആളും ഇതുപോലെ വെട്ടമൊക്കെ കണ്ടേ. അങ്ങനെ വിചാരിച്ച് ഇന്ന് ഇവിടെ നിന്നാവാന്ന്. പക്ഷേ വന്നത് എന്തായാലും വെറുതെ ആയിട്ടില്ല കേട്ടോ. ഇവിടെ നമ്മൾ ആ കയറുന്ന ഒരു ഭാഗം മുതൽ അങ്ങ് ആ ഒരു ഭാഗം തീരുന്നത് വരെ നിറയെ ഇതുപോലെ കടകളുണ്ട് കേട്ടോ. എല്ലാം ഇതുപോലെ തള്ളുവണ്ടിക്കകത്ത് കൊണ്ടുവച്ചിരിക്കുന്ന കടകളാണ്. ഇതൊരു 11 മണിയൊക്കെ ആകുമ്പോൾ എല്ലാവരും ഇത് തീർത്തിട്ട് പോകും. പിന്നെ ഇവിടെ ഒന്നും വലിയ ആളും അനക്കൊന്നും കാണത്തില്ല എന്ന് തോന്നുന്നു. ആ ഒരു സമയത്ത് ഞാനിങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ, അതുകൊണ്ട് അറിയത്തില്ല. അതാണ്ട് ലക്കി നിന്ന് തിന്നുകയാണ് കേട്ടോ. ഞങ്ങൾ ഈ പാനിപൂരി വേണ്ടാന്ന് പറഞ്ഞു ഞാനും ഏട്ടനും. നന്ദയും ലക്കിയും പാനിപൂരി കഴിച്ചേ. ഞങ്ങൾക്ക് ചാട്ട് ഉണ്ടാക്കാൻ പറഞ്ഞു കേട്ടോ. അതാണ്ട് ഇത് നല്ല ടേസ്റ്റാണിത്. ഇത് ഞങ്ങളുടെ ഫേവറേറ്റാണ് കേട്ടോ. പാനിപൂരി ഇഷ്ടമാണ്, പക്ഷെ കുറച്ചുകൂടെ ഇഷ്ടം ഇതാണ്. പക്ഷെ വേറൊരു സ്ഥലത്ത് നിന്ന് ഞങ്ങൾ ഇത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു സംഭവം തന്നെ. അതിൻ്റെ അകത്തില്ലാത്ത വെജിറ്റബിൾസ് ഒന്നും കാണത്തില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നത്. പക്ഷേ ആ ഒരു ടേസ്റ്റ് നമുക്ക് വേറെ എവിടെ നിന്നും കഴിക്കാൻ കിട്ടിയിട്ടില്ല ഇതുവരെ. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ അതാണ്ട് പനീറിൻ്റെ ടിക്ക, ലക്കിയുടെ ഫേവറേറ്റ് സാധനമാണ് കേട്ടോ ഇത്. അവരിതുപോലെ ഇങ്ങനെ കുത്തിയൊക്കെ വെച്ചിരുന്ന് പിന്നെ ആരെങ്കിലും ചെല്ലുമ്പോൾ ഇങ്ങനെ മസാലയിൽ ഇങ്ങനെ മുക്കിയിട്ട് അത് വറുത്ത് കൊടുക്കും കേട്ടോ. ലക്കിയുടെ ഫേവറേറ്റാണേ. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവൻ സ്ഥിരമായിട്ട് വേറെ കടയിൽ നിന്ന് പനീർ കഴിക്കും കേട്ടോ. അവന് ഒരുപാട് ഇഷ്ടമാണ് ഈ ഒരു മസാല. പക്ഷേ ഈ ഒരു കടയിൽ വലിയ എരിയില്ലായിരുന്നു കേട്ടോ. ലക്കി സ്ഥിരമായിട്ട് കഴിക്കുന്ന ആ ഒരു കടയിൽ ചെറിയ എരിവൊക്കെ ഉണ്ട്. അത് നല്ല രസമായിരുന്നു കേട്ടോ. ഇത് പക്ഷേ അത്ര പോരായിരുന്നു. പിന്നെ ഇതിൻ്റെ അടുത്തോട്ടുണ്ട് നല്ല പാവ് ഭാജി ഉണ്ടായിരുന്നേ. പിന്നെ ഇതും ഒരു പ്ലേറ്റ് വാങ്ങി കേട്ടോ. എൻ്റെ വീഡിയോ പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലേ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്കിതുപോലെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അതിനകത്ത് ആ പാവ് ഭാജീൻ്റെ കറിയിൽ അവർ ഇതുപോലെ അവസാനം കുറച്ച് ഉള്ളിയും പിന്നെ നാരങ്ങ നീരുമൊക്കെ ഒഴിച്ചിട്ടാട്ടോ തരുന്നത്. നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ സാധാരണ നമ്മൾ പാവ് ഭാജിയിൽ കുറച്ച് എരിവൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനത്ര എരിവില്ലായിരുന്നു കേട്ടോ. എന്നാലും കൊള്ളായിരുന്നേ. പിന്നെ ഫ്രൂട്ട് സലാഡ് വാങ്ങിച്ചേ. ഇതിനകത്താണേ ഇല്ലാത്ത ഫ്രൂട്ട്സ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. പപ്പായ, ഡ്രാഗൺ ഫ്രൂട്ട് തന്നെ 2 ടൈപ്പ് ഉണ്ടായിരുന്നേ. പിന്നെ കിവി, ആപ്പിൾ, മുന്തിരി, എല്ലാ ടൈപ്പ് ഫ്രൂട്ട്സും അതിനകത്തുണ്ടായിരുന്നു കേട്ടോ. ലക്കി കഴിച്ചിട്ടില്ലേ, അവനാണേ ഫ്രൂട്ട്സിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ടേ വീണ്ടും നടക്കുകയാണ് കേട്ടോ. നടന്ന് ഇങ്ങോട്ട് വന്നപ്പം മറ്റേ ഗുലാബ് ജാമുനൊക്കെ കണ്ടേ. പിന്നെ ഇതും ഒരു പ്ലേറ്റ് വാങ്ങിച്ച് കഴിച്ചേ. ഇതും കൂടെ വാങ്ങിച്ച് കഴിച്ചിട്ട് ഞങ്ങളുടെ തീറ്റ അങ്ങ് അവസാനിപ്പിച്ചു കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.